അയ്യോ അയ്യോ തുണിയാ ഇത് നല്ല രീതി കത്ത് നിൽക്കുവേ എൻ്റെ കൈ അയ്യോ ഹലോ ഗൈസ് വെൽക്കം ടു ട്രിപ്പ് ഫാമിലി കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാനും മോനും ഉണ്ട്. എന്നൊരു ഹായ് പറയാം മോനെ. ഹായ് കേട്ടില്ല. ഓക്കെ, അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. ചിക്കൻ ടിക്കയാണ്. അപ്പോൾ അതൊരു ഗ്രീൻ ചിക്കൻ ടിക്ക ആ ഒരു സെറ്റപ്പിലാണ് ചെയ്യുന്നത്. ആണോ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേകതരം ഗ്രില്ലാണ് കേട്ടോ. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അല്ലൈസ്, അപ്പോൾ നമ്മളെ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. ഈ ഗ്രില്ലെന്ന് വെച്ചാൽ നമ്മൾ താഴെ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചാർക്കോൾ വെച്ചിട്ടല്ല ചെയ്യുന്നത്, അപ്പോൾ വിറക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പോർഷനിൽ വിറകിടും. അപ്പോൾ താഴെ ഒരു വരി കട്ട വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മളെ മെഷ് വെച്ചതിന് ശേഷം ഇവിടെയാണ് നമ്മൾ വിറക് വരുന്നത്. അതിനുശേഷം ഓട്, ചെറിയ ഓടിൻ്റെ ഓടാണിത്. അന്നേരം ഓട് നമ്മൾ നെടുകിനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും ഒരു മെഷ് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിവിടെ വിറകിട്ടിട്ട് ഇതിൻ്റെ കരിയും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ താഴോട്ട് പോകും. പിന്നെ വീട്ടിൻ്റെ മുകളിലായതുകൊണ്ട് കോൺക്രീറ്റിന് പ്രശ്നമൊന്നും വരുത്തുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിറകിട്ടിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ കനലായി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളും താഴോട്ട് പോയിക്കോളും. അപ്പോൾ ഓക്സിജൻ്റെ കുറച്ചുകൂടെ അധികമായിട്ടുള്ള സമ്മർദ്ദം കരിയൊക്കെ താഴോട്ട് പോകും മക്കളെ. അപ്പോൾ കരി താഴോട്ട് പോകും. ഓക്സിജൻ്റെ സമ്മർദ്ദം ഉള്ളതുകൊണ്ട് അത് നമുക്ക് തീ നല്ല രീതിയിൽ കത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് അടിപൊളിയായില്ലേ? ബാ, നമുക്ക് വിറകെടുത്തിട്ട് വരാം. ഇതിനകത്ത് വെക്കാൻ വിറകെടുത്തിട്ട് വരാം. ബാ ബാ പോ. വിറക് താഴെയുണ്ട്. പോട്ടെ, പോയിക്കോ. ചെരുപ്പോട് ഊരി കേട്ടോ. എടുത്തോ മക്കളെ. അത് മതി, നീ പോയിക്കോ. പോ അല്ലോ, നീ കേട്ടോ. അപ്പോൾ ടിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെന്ന് വെച്ചാൽ വെളുത്തുള്ളി, നാരങ്ങ, വലിയ ഉള്ളി, ക്യാപ്സിക്കം, പുതിനയില, മല്ലിയില, പിന്നെ പച്ചമുളക്, 1/2 കിലോ ബോൺലെസ് ചിക്കൻ, ടൊമാറ്റോ, ഇത് തൈര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മിക്സ് നോക്കാം. അപ്പോൾ നീ എടുത്തിട്ടോ. സവാള എടുത്ത് 4 പീസ് ആക്കിക്കോ. അപ്പോൾ ക്യാപ്സിക്കം എടുത്തോ. 2 ക്യാപ്സിക്കം കട്ട് ചെയ്യാം. അപ്പോൾ സവാളയും ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്. ഇനി പുതിനയില കുറച്ച് പുതിനയില എടുക്കുക. പുതിനയില എടുത്തിട്ട് ഇല നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയില എടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് എടുക്കാം. പച്ചമുളക് അപ്പോൾ നമുക്ക് ഒരു നാരങ്ങ എടുക്കാം. കുറച്ച് വെളുത്തുള്ളി എടുക്കാം. രണ്ട് തക്കാളി എടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ജാർ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് പുതിനയിലയും മല്ലിയിലയും എടുത്തിട്ട് അത് മൊത്തം ഇട്ടു. അത് ഇത്ര ഇട്ടു. പിന്നെ പച്ചമുളക് ഇട്ടോ. പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി,
വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ അല്ലേ? അത് വേണ്ട മക്കളെ. ഉപ്പെടുക്കാം. കുറച്ച് തൈരെടുക്ക് ഒഴിക്കുക, ഒരു 1/2 ഗ്ലാസ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് പുതിനയില, മല്ലിയില, പിന്നെ മുളക്, പച്ചമുളകാണ്, പിന്നെ വെളുത്തുള്ളി, തൈര്, മഞ്ഞൾപ്പൊടി, ഇത്രയല്ലേ? ചിക്കൻ 1/2 കിലോ ചിക്കനുണ്ട്, ബോൺലെസ്. മൊത്തം എടുത്തു. ഇനി അല്ലുവിന് കൊടുക്കും മസാല പുരട്ടാനായിട്ട്. വാ അല്ലു, വാ മസാല പുരട്ട്, വാ. അവിടെ ഇരുന്നോ? അല്ലു, മസാല എടുത്ത് ഒഴിച്ചു, ഇതിനകത്തോട്ട് ഒഴിച്ചു. മൊത്തം ഒഴിച്ചു നീ. ഓക്കെ. എന്നിട്ട് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യും. എല്ലാം മിക്സ് ചെയ്തോ. ചിക്കൻ ഫുള്ള് മിക്സ് ചെയ്യട്ടെ. ഹെൽപ്പ് ചെയ്തോ, അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അടിപൊളി. ഒരു പച്ചമുളകിൻ്റെ ഒരു മണവും പുതിനയിലയുടെയും മല്ലിയിലയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മണമുണ്ടല്ലോ, നല്ല രസമുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1 മണിക്കൂർ വെച്ചേക്കാം. അപ്പോൾ തീ ഇവിടെ കത്തുന്നുണ്ട്. പിന്നെ ചിക്കൻ നമ്മൾ സ്റ്റിക്കിൽ കുത്തിയിട്ട് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കുത്താം. ഒരു ചിക്കൻ പ്രസ് പോട്ടെ. ഇനി അങ്ങ് വെച്ചോ, എൻ്റെ കണ്ണിൽ കുത്തി തരല്. പിന്നെ ക്യാപ്സിക്കം, 1 ക്യാപ്സിക്കം എടുത്തോ. ഓക്കെ. പിന്നെ 1 തക്കാളി വെച്ചോ, 1 തക്കാളി വെച്ചോ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളി വെച്ചോ. ഓക്കെ. ഇനി ഒരു 2 പീസ് ചിക്കനോട് വെച്ചോ. രാരങ്ങ അല്ല മോനെ, നാരങ്ങ. ഓക്കെ. ഗ്രില്ല് വെക്കാം. എടുത്ത് വെച്ചോ. സൂപ്പർ, അടിപൊളി. അല്ലേ, നീ എന്താ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് എവിടെ പോകാൻ നിൽക്കുന്നത്? കണ്ണി വീഴാതിരിക്കാനാ? ആണോ? അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ തൂങ്ങിക്കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രില്ലിനകത്ത് പറ്റിയിരിക്കും. ചിക്കൻ ടിക്കയും ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി എടുത്തിട്ട് നമ്മൾ ഒരു ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്കകത്തോട്ട് അങ്ങോട്ട് എടുത്തിട്ട് അടിപൊളി. എന്നിട്ട് ഒരു ടിക്ക അങ്ങോട്ട് എടുത്തിട്ട്
അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും ടിക്കയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് ഞാൻ തന്നെ കഴിക്കട്ടെ അതോ ഹലോ വാ നീ കഴിച്ചു. കുറച്ച് ചിക്കനും പിന്നെ കുറച്ച് ഉള്ളിയും കുറച്ച് എടുത്തിട്ട് അവക്ക് കഴിച്ചിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന് പറയണേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ ഇങ്ങനെ പറയണം. സൂപ്പറാണോ? സൂപ്പർ. ഓക്കെ, ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓക്കെ, മുളക്, പുതിനയില, മല്ലിയില എൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഉപ്പ് സ്വല്പം കുറവുണ്ട്, അത്രേ ഉള്ളൂ. വേറെ അത്രേ ഉള്ളൂ, അല്ല വേറെ ഒരു കുഴപ്പമില്ല. സൂപ്പർ സൂപ്പർ. എനിക്ക് വേണ്ടേ ഈ ഒരു പീസ് എടുത്തിട്ട് ഈ പീസ് മതിയായിരുന്നു. കാണിക്കുന്നില്ലേ? എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഫുള്ള് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാൻ എന്താ? ഹലോ ഗൈസ്, അപ്പോൾ ചിക്കൻ ടിക്കയും ചപ്പാത്തിയും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഓൾ കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. ഹായ് പറയാം. നമ്മൾ വിറകിൽ വെക്കാനായിട്ട് ചിരട്ട കത്തിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി തീ. ഇത് കൊണ്ടുപോവാം. അയ്യോ ഓ അയ്യോ 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 തുണിയാ ഇത്. നല്ല രീതി കത്ത് നിൽക്കുവേ എൻ്റെ കൈ. അയ്യോ